മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂക്ക, അദ്ദേഹം കൈരളി ടി വിയുടെ ചെയർമാൻ കൂടിയാണ്. കൈരളി ടി വിയുടെ 10ാമത് ഡോക്ടേഴ്സിന് അവാർഡ് നൽകുന്ന ഒരു പൊതുവേദിയിൽ മമ്മൂക്കയുടെ ഒരു കിഡിലൻ സ്പീച്ച് ഉണ്ടായിരുന്നു. സത്യത്തിൽ അത് കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ മമ്മൂക്കയുടെ അവസാനത്തെ ആ ക്ലൈമാക്സ് പോർഷനിൽ മമ്മൂക്കയുടെ ഒരു രംഗമുണ്ടല്ലേ, അത് കണ്ടിട്ടുള്ള ഓരോ ആളുകളുടെയും കണ്ണൊന്ന് നിറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ റിയൽ ലൈഫിൽ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു നടനാണെങ്കിൽ പോലും അദ്ദേഹം ഈ സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടും ഈ സമൂഹത്തോടും വലിയ രീതിയിലുള്ള ഒരു പ്രതിബദ്ധത വെച്ച് പുലർത്തുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കെയർ ആൻഡ് ഷെയർ എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്. ആ സംഘടനയിലൂടെ 100ഓളം വരുന്ന കുട്ടികളുടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ഒരു വലിയൊരു പ്രൊജക്റ്റാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏതാണ്ട് 10-20 കുട്ടികൾക്ക് ഇതിനടക്കം തന്നെ ഹൃദയം മാറ്റിവെക്കുന്ന ഒരു പ്രക്രിയ ലിസി ഹോസ്പിറ്റലുമായി ചേർന്നുകൊണ്ട് മമ്മൂക്ക നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പല പല പദ്ധതികളും മമ്മൂക്ക നടപ്പാക്കുന്ന ഈ ആദിവാസി കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള പഠനോപകരണങ്ങൾ, അതുപോലെ തന്നെ കുട്ടികളുടെ ഈ ബോൺ ശസ്ത്രക്രിയ, അങ്ങനെ ഒരുപാട് നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ആ ഒരു മനുഷ്യൻ, നടൻ എന്നതിലുപരി മമ്മൂക്കയുടെ ഇത്തരം പ്രവൃത്തികളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ ഒരു ചടങ്ങിൽ മമ്മൂക്ക ഈ ഡോക്ടർമാരെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം നേരിട്ട വലിയൊരു പ്രതിസന്ധി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് നാൾ നമ്മൾ അദ്ദേഹത്തെ വിട്ടു നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അദ്ദേഹത്തിനൊരു നമ്മൾ ഒരിക്കലും ഒരു ശത്രുവിന് പോലും വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു അസുഖം അദ്ദേഹത്തിനുണ്ടായപ്പോൾ നമ്മുടെ കേരളത്തിലെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ലക്ഷോപക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയും നമ്മൾ കേട്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ മനുഷ്യൻ പൂർവാധികം ശക്തിയോടുകൂടി അദ്ദേഹം തിരിച്ചു വന്നു. ആ ഒരു വേദിയിൽ മമ്മൂക്ക ഇത് പറയുന്ന കേട്ടപ്പോഴത്തേക്ക് സത്യം വല്ലാത്തൊരു സങ്കടം മനസ്സിൽ തോന്നിപ്പോ കേട്ടോ. നിങ്ങളെന്തായാലും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ഇതെല്ലാവരും ഒന്ന് കാണുക. കണ്ട ശേഷം മറ്റുള്ളവരിലേക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സാധാരണ ഡോക്ടേഴ്സ് അവാർഡ് വളരെ മനുഷ്യത്വപരമായ ഒരു അംഗീകാരമാണ്. ദൈവത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഡോക്ടർമാരെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. ഡോക്ടർ പോലും അവസാനം നമ്മളോട് പറയാറുണ്ടല്ലോ, പ്രാർത്ഥിക്കുക. അപ്പോൾ ഡോക്ടറാണ് നെക്സ്റ്റ്, പിന്നെ അതിനുശേഷം വേണം നമ്മൾ ദൈവത്തിന് പ്രതീക്ഷിക്കുക. പുരസ്കാരം ഇതൊരു പുരസ്കാരമായിട്ടല്ല കണക്കാക്കേണ്ടത്, ഇതൊരു നിവേദ്യമായിട്ടാണ്. നമ്മുടെ ഡോക്ടർമാരെ കാണപ്പെടുന്ന ദൈവമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അവർക്ക് നമ്മൾ നൽകുന്നത് പുരസ്കാരങ്ങളല്ല, നിവേദ്യമാണ്, പ്രാർത്ഥനകളാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സംസ്ഥാന സർക്കാർ ആശുപത്രി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ടി കെ ജയകുമാറിനാണ് സർക്കാർ ആശുപത്രി ഡോക്ടർമാർക്കുള്ള പുരസ്കാരത്തിന് അർഹനായത്. ഞാൻ കുറെ കാലത്തേക്ക് ഒരു രോഗിയായിരുന്നു, രോഗമുക്തനാണെന്നാണ് എൻ്റെ വിശ്വാസം. ആ സമയത്ത് എനിക്കുണ്ടായ ചികിത്സയും ഡോക്ടർമാരും മറ്റു നഴ്സുമാരും പരിചാരകരും ഒക്കെ എന്നെ ശുശ്രൂഷിച്ചതൊക്കെയാണ് ഓർക്കുന്നത്. ഇപ്പോഴും ഞാനൊരു പ്രമുഖനായതുകൊണ്ട് മാത്രമായിരുന്നില്ല, ഞാൻ എൻ്റെ രോഗത്തിൻ്റെ വലിപ്പം ഒന്നും അവർ അത്രത്തോളം എന്നോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വലിപ്പം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ചികിത്സിക്കുക, അതുപോലെ ഒരു അത്ര നല്ലതല്ലാത്തൊരു രോഗം നമ്മുടെ ശരീരത്തിനെ ബാധിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ ആദ്യകാലത്തുണ്ടാകും, പിന്നെ നമ്മളത് പഠിച്ചിരിക്കും. പക്ഷെ ഞാനത് പറയുകയാണ്, ഡോക്ടർമാരും രോഗികളുമായിട്ടുള്ള ബന്ധം. ഒരു ഡോക്ടറും എന്നോടൊരു ഒരു നെഗറ്റീവായിട്ടൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. കേൾക്കുമ്പോൾ പേര് കൊണ്ട് പേടിപ്പിക്കുന്നതാണെങ്കിലും അവരെന്നെ ഒന്നും പറഞ്ഞ് പേടിപ്പിച്ചിട്ടില്ല. അല്ല, ഞാൻ രോഗി എന്ന നിലയിൽ പറയുകയാണ്. അപ്പോൾ ഒരു ഹൃദയം മാറ്റി വയ്ക്കാൻ ഒരു രോഗിയോട് പറയുമ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ എൻ്റെ ഹൃദയം എടുത്തു തരും, അല്ലെങ്കിൽ ചങ്കെടുത്ത് കാണിച്ച ചെമ്പരത്തി പോവുകയാണെന്നൊക്കെ നമ്മൾ എന്ത് നിസ്സാരമായിട്ടാണ് പറയുന്നത്. ചങ്ക് എടുത്ത് നോക്കിയാലല്ലേ അറിയുള്ളൂ എൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ പലരും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല, നമ്മൾ വല്ല മൃഗങ്ങളുടെയൊക്കെ കണ്ടതല്ലാതെ മനുഷ്യൻ്റെ ഹൃദയമൊന്നും നമ്മൾ അടുത്ത് കണ്ടിട്ടുണ്ടാവുന്ന ഡോക്ടർമാരല്ലാതെ വേറെ ആരും. വേണമെങ്കിൽ ഒരു ഓപ്പറേഷൻ കാണാൻ വേണ്ടി ഒരു ആങ്സൈറ്റി ഒരു എക്സൈറ്റ്മെൻറ്റോ കൊണ്ട് പോയി കാണുന്നവരല്ലാതെ ഇങ്ങനെ കയ്യിലിരിക്കുമ്പോൾ ഇത് തുടിക്കുന്നുണ്ടാവുമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ ജീവനോടെ നമ്മൾ ഈ എല്ലാവരും ഈ ഇരിക്കുന്ന ആൾക്കാരുടെ ഹൃദയങ്ങളെല്ലാം തുടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഹൃദയത്തിനെ കുറച്ചു നേരം, എനിക്ക് തോന്നുന്നത് ഹൃദയത്തിനെ മരിപ്പിച്ചിട്ടായിരിക്കണം കുറേ നേരം ഇത് മാറ്റി വയ്ക്കുന്നത്, അല്ലേ ഡോക്ടർ? അതെ, പൂർണ്ണമായിട്ട് നമ്മൾ എന്നിട്ടത് അത് മുറിച്ച് മാറ്റിയിട്ട് വേറെ ഹൃദയത്തിലേക്ക് എടുത്തു വയ്ക്കുന്ന ആ പ്രക്രിയ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ സമയത്ത് 2 രോഗികളും, എടുക്കുന്ന ആൾ ഏതായാലും മരിക്കാനുള്ളതാണ്, പക്ഷെ വെക്കാനുള്ള ആളും അതേപോലെ അയാളുടെ ഉള്ള ഹൃദയവും മുറിച്ച് മാറ്റുന്നുണ്ട്. അല്ല, എത്രത്തോളം എടുക്കുന്നു, എന്ത് ഭാഗങ്ങളാണെന്ന് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷെ അത് നമ്മൾ സങ്കല്പിച്ച് നോക്കിയാൽ അതിന് കൈവിറയ്ക്കാതെ ചെയ്യുന്ന
ഒരു ചെറിയ കൈപ്പിഴ പോലും ഒരു ജീവൻ നഷ്ടപ്പെടുത്തി കളയാം. ഒരു കൈപ്പിഴ, ഒരു വിറവല്, ഒരു തുമ്മല്, ഒരു ദീർഘശ്വാസം പോലും നമ്മുടെ പ്രിസിഷൻ മാറിപ്പോകും. അത്രത്തോളം സൂക്ഷിച്ച് ജീവൻ തയ്ച്ചു കയറ്റുന്ന വലിയ വലിയ സാഹസികരാണ് ഈ ഡോക്ടർമാർ. നമ്മുടെ മമ്മൂക്ക ഒരു പൊതുവേദിയിൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ആ ഒരു അസുഖത്തെ കുറിച്ചിട്ട് പറയുന്നല്ലേ, സത്യത്തിൽ അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്ത ഒരു 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 വിഷമം ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. കാരണം മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് സിനിമയാണ്. കാരണം അദ്ദേഹത്തിന് സിനിമ കഴിഞ്ഞ് മറ്റെന്തുള്ളൂ. പക്ഷേ ആ കൂട്ടത്തിൽ അദ്ദേഹം നമ്മുടെ ഇടയിൽ ആരും അറിയാതെ എത്രയോ എത്രയോ നല്ല നല്ല കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷത്തിന് മുമ്പാണെന്ന് തോന്നും ഇതേ ഒരു പ്രോഗ്രാം ആലപ്പുഴയിൽ വെച്ച് നടത്തിയിരുന്നു. ആ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തതാണ്. അന്നും നമുക്ക് ഡോക്ടേഴ്സിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഉള്ളിൽ നിന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അത് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരു അസുഖമുണ്ടായി, അതിൽ നിന്ന് അദ്ദേഹം റിക്കവറി ചെയ്തു നമ്മളിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ പുതിയ പുതിയ സിനിമകൾ അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്യുന്നു. നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് വീണ്ടും മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ ഓരോ വേഷങ്ങളും പകർന്നാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രം നിധി സഹദേവ് ചിത്രത്തിൽ മമ്മൂക്ക ഒരു ഗ്യാങ്സ്റ്ററിൻ്റെ റോളിലാണ് എത്തുന്നതെന്നാണ് അറിയുന്നത്. അതിനൊരു കിട്ടിലൊരു പോസ്റ്റർ, ഇത് ഫാൻമേഡ് ആണോ എന്നറിയില്ല, ഒരു പോസ്റ്റർ എന്തായാലും സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ അഭിനയിക്കുന്ന തുടക്കം എന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. സിനിമ എന്തായാലും കണ്ട് ഞാൻ അതിൻ്റെ റിവ്യൂ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.